എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ക്ഷേമ പെൻഷൻ തുകയിൽ വർധന, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA കുടിശ്ശിക വിതരണം, ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളത്. ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും LDF പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ. പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനവ് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിൽ ഉള്ളത്. ഇത് ഒക്ടോബറിൽ തന്നെ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 500 രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് 2500 എത്തിച്ചേക്കാം. നിലവിൽ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. കുടിശ്ശികയെല്ലാം ഇതിനോടകം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ഓരോരുത്തർക്കും 1600 നിന്ന് 400 രൂപ വീതം വർദ്ധിപ്പിച്ച് അത് 2000 രൂപയായിട്ടായിരിക്കും ഇനി മുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.